അത്യാഹ്ലാദത്തോടെ 24-നെ വരവേറ്റ് തമിഴ്നാടും. പ്രധാന നഗരങ്ങളിലെല്ലാം ആഘോഷങ്ങൾ തിമിർത്തു. പോലീസ് ഒരുക്കിയ അതീവ സുരക്ഷയും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ആഘോഷങ്ങളുടെ മാറ്റുകുറച്ചില്ല. ഇതായിരുന്നു 24-ന് വരവേറ്റപ്പോൾ ചെന്നൈ മറീന ബീച്ചിലെ ആഹ്ലാദം. 2023-ലെ അനുഭവങ്ങൾ പാഠമാക്കി ദുരന്തങ്ങളെ മറന്ന് അങ്ങനെ പുതുവർഷത്തിലേക്ക്. മറീന, ബസന്ത് നഗർ, നീലങ്കര, തിരുവാൻമിയൂർ ബീച്ചുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ആഘോഷങ്ങൾ നടന്നത്. ബീച്ചുകളെല്ലാം 8 മണിയോടെ അടച്ചെങ്കിലും രാത്രി 10 മണിയോടെ എല്ലാ ബീച്ചുകളുടെയും പരിസരങ്ങൾ ജനങ്ങളാൽ നിറഞ്ഞു. സുരക്ഷയുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളൊന്നും എവിടെയും ആഘോഷങ്ങൾക്ക് തടസ്സമായില്ല. ചെന്നൈയിലെ മാസ്, ബംഗളൂരിലെ ഒരു തിങ്ങുമില്ല. നാട്ടിൽ നല്ല മിസ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് വടകരയൊക്കെ നല്ല പരിപാടിയാണ്, അതുകൊണ്ട് നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഹേ പ്രഭു, ഹേ ഹരിനാമ കൃഷ്ണ ജഗന്നാഥ പ്രേമനിത, അത് ഇതോടെ അവസാനിച്ചു. 2020 അവസാനിച്ചു. ചെന്നൈക്ക് പുറമെ സേലം, കോയമ്പത്തൂർ, നീലഗിരി, റാണിപ്പേട്ട്, വെല്ലൂർ, കാഞ്ചീപുരം അങ്ങനെ എല്ലാ പ്രധാന ഇടങ്ങളിലും ആഘോഷങ്ങൾ തിമിർത്തു. കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും ചെന്നൈയിൽ ആഘോഷ തിമിർപ്പിൽ തന്നെയായിരുന്നു പുതുവത്സരത്തെ വരവേറ്റത്. ചെന്നൈയിലെ മറീന ബീച്ചിൽ നിന്ന് ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.